ഹലോ എവരിവൺ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ 5ാമത്തെ ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ആദ്യമേ സെപ്പറബിൾ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് കണ്ടു. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിയാൽ അതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ വഴി സെപ്പറബിൾ ഫോമിലേക്ക് ആക്കിയിട്ട് സോൾവ് ചെയ്യുന്നതും കണ്ടു. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഹോമോജീനിയസ് ഇക്വേഷൻസിനെ കുറിച്ചാണ്. ഹോമോജീനിയസ് ഇക്വേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് എന്താണ് ഒരു ഹോമോജീനിയസ് ഫംഗ്ഷൻ എന്നുള്ളത് നോക്കാം. എ ഫംഗ്ഷൻ f of two variable is called a homogeneous function of degree alpha, where alpha is some real number if f of tx ty is equal to t raised to alpha into f of xy. അപ്പം നമുക്ക് രണ്ട് വേരിയബിളുള്ളൊരു ഫംഗ്ഷനാണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന് വിചാരിക്കുക. നമ്മളിപ്പം തൽക്കാലത്തേക്ക് എടുക്കുന്നത് എക്സും വൈ ആയിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ രണ്ട് വേരിയബിൾസിന് എടുക്കുന്നത്. അപ്പം നമ്മുടെ ഫംഗ്ഷൻ രണ്ട് വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ ഹോമോജീനിയസ് ഫംഗ്ഷൻ എന്ന് വിളിക്കണമെങ്കിൽ, ഹോമോജീനിയസ് ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി ആൽഫ എന്ന് നമ്മൾ വിളിക്കണമെങ്കിൽ എഫ് ഓഫ് ടി എക്സ് ടി വൈ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ടീനെ കോമൺ ആയിട്ട് വെളിയിൽ എടുക്കാൻ പറ്റണം. ടി റേസ് ടു ആൽഫ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഇക്വേഷൻ എഴുതാൻ പറ്റുവാണെങ്കിലാണ് നമ്മൾ ആ ഫംഗ്ഷൻ എഫിനെ ഹോമോജീനിയസ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ m of xy dx plus n of xy dy is equal to 0 is called homogeneous if both the coefficients m and n are homogeneous functions of the same degree. അപ്പോൾ നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളതെങ്കിൽ അതൊരു ഹോമോജീനിയസ് ഇക്വേഷൻ ആണോ അല്ലയോ എന്ന് നമ്മൾ നോക്കണമെങ്കിൽ അതിന് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഈ ഫോമിലാണ് എഴുതുന്നതെങ്കിൽ എം ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് എൻ ഓഫ് എക്സ് വൈ ഡി വൈ എന്നുള്ള ഫോമിലാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുന്നതെങ്കിൽ ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും കോഎഫിഷ്യൻസ് എമ്മും എന്നും അത് രണ്ടെണ്ണവും ഹോമോജീനിയസ് ഫംഗ്ഷൻ ഓഫ് സെയിം ഡിഗ്രി ആകണം. അങ്ങനെയാണെങ്കിലാണ് നമ്മളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മളൊരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. എ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ക്യാൻ ബി സോൾവ്ഡ് ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് y is equal to ux where u is a new dependent variable. അപ്പം നമുക്കൊരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ എക്സും വൈയും ആണ് സാധാരണ നമ്മുടെ വേരിയബിൾസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ y is equal to ux എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ u എന്ന് പറയുന്നത് പുതിയൊരു ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. യു എന്ന് പറയുന്നത് വേറെ വേരിയബിൾ ഒന്നുമല്ല. യു എന്നുള്ളത് നമ്മൾ പുതിയൊരു ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. അപ്പോൾ ആ ഡിപ്പെൻഡന്റ് വേരിയബിൾ ഇൻറ്റു എക്സ് എന്നുള്ള ഫോമിൽ നമ്മൾ വൈനെ എഴുതുന്നു. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ എപ്പോഴും ഈ ഫോമിലായിരിക്കും ഉള്ളത്. This substitution will reduce the given differential equation to a separable first order differential equation. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഹോമോജീനിയസ് ഇക്വേഷനിൽ കൊടുത്താൽ നമ്മുടെ ഹോമോജീനിയസ് ഇക്വേഷനെ ഒരു സെപ്പറബിൾ ഇക്വേഷനാക്കി മാറ്റാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ നമുക്ക് എന്നിട്ട് സെപ്പറബിൾ ഇക്വേഷനെ സോൾവ് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ നമുക്കൊരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ഇതാണ്. y is equal to ux എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് മാറും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ നമ്മൾ ഏത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും എന്നുള്ളത് ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ എപ്പോഴും y is equal to ux എന്നുള്ളതായിരിക്കും നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് വരുന്നത്. നമുക്ക് പ്രോബ്ലംസ് ചെയ്തു തുടങ്ങാം. നമ്മുടെ ആദ്യത്തെ എക്സാമ്പിൾ സോൾവ് എക്സ് മൈനസ് വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ എം ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ ആണ്. അതുപോലെ എൻ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സും ആണ്. അപ്പം നമുക്ക് ഇനി ഇത് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ അല്ലയോ എന്നാണ് നമ്മൾ ആദ്യമേ നോക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എം ഓഫ് ടി എക്സ് ടി വൈ ഏതാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എക്സിൻ്റെ സ്ഥാനത്ത് ടി എക്സ് വരും, വൈയുടെ സ്ഥാനത്ത് ടി വൈ വരും. അപ്പോൾ നമുക്ക് എം ഓഫ് ടി എക്സ് ടി വൈ ഇസ് ഈക്വൽ ടു ടി എക്സ് മൈനസ് ടി വൈ എന്ന് കിട്ടും. അവിടെ നമുക്ക് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് എഴുതാം. അതായത് ടി പവർ 1 ഇൻറ്റു എം ഓഫ് എക്സ് കോമ വൈ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പം നമുക്ക് മനസ്സിലായി എം ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത്
ടിയിലുള്ള ഒരു ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ എൻ ഓഫ് എക്സ് വൈ ഹോമോജീനിയസ് ആണോ അല്ലോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എൻ ഓഫ് ടി എക്സ് ടി വൈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ കിട്ടുന്നത് ടി എക്സ് എന്ന് തന്നെയാണ് കിട്ടുന്നത്. അതായത് ടി പവർ 1 ഇൻറ്റു എൻ ഓഫ് എക്സ് കോമ വൈ. അപ്പോൾ എൻ ഓഫ് എക്സ് വൈയും ഹോമോജീനിയസ് ഫംഗ്ഷൻ തന്നെയാണ്. എമ്മും എന്നും ഹോമോജീനിയസ് ഫംഗ്ഷൻ ഓഫ് സെയിം ഡിഗ്രി. ഇവിടുത്തെ ഡിഗ്രി 1 ആണ് വരുന്നത്. അപ്പോൾ എമ്മും എന്നും ഹോമോജീനിയസ് ഫംഗ്ഷൻ ഓഫ് സെയിം ഡിഗ്രി ആയതുകൊണ്ട് നമ്മളുടെ ഈ ഇക്വേഷൻ ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. Therefore, the given equation is homogeneous ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഇതൊരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു യു എക്സ് എന്നുള്ളതാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പം നമ്മൾ ആദ്യം ഇതിൻ്റെ അകത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് എക്സ് മൈനസ് യു എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് എക്സ് ഇൻറ്റു ഡി ഓഫ് വൈയുടെ അവിടെ യു എക്സ്. വൈ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ യു എക്സ് ഇട്ട് കൊടുക്കും. ഇസ് ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിയുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ. അപ്പം നമ്മൾ ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ എക്സ് മൈനസ് യു എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് എക്സ് ഇൻറ്റു ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഡിഫറൻസിയേഷനുള്ള പ്രോഡക്റ്റ് റൂൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യണം. കാരണം യുവും എക്സും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ആണ്. അപ്പം നമ്മളിവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പം നമുക്ക് വരുന്നത് യു ഡി എക്സ് പ്ലസ് എക്സ് ഡി യു എന്നാണ് നമുക്കിവിടെ കിട്ടാൻ പോകുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പം നമ്മൾ ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് എക്സ് മൈനസ് യു എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് എക്സ് യു ഡി എക്സ് പ്ലസ് എക്സ് യു ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ du plus x square du is equal to 0. അപ്പോൾ ഇതാണ് നമുക്കിപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ ഡി എക്സ് ഉള്ള ടേംസിനെ എല്ലാത്തിനെയും കൂടെ ജോയിൻ ചെയ്തിട്ട് എഴുതാം. അപ്പം നമുക്ക് എക്സ് മൈനസ് യു എക്സ് പ്ലസ് യു എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡി യു ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പം മൈനസ് യു എക്സും പ്ലസ് യു എക്സും കൂടെ ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് എക്സ് ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡി യു ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. നമ്മളിതിനെ ടോട്ടലായിട്ട് എക്സും കൂടെ ഡിവൈഡ് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡി എക്സ് പ്ലസ് എക്സ് ഡി യു ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു സെപ്പറബിൾ ഇക്വേഷൻ്റെ ഫോമിലാണ് ഉള്ളത്. അപ്പം നമുക്ക് വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതാം. എങ്ങനെ എഴുതാൻ പറ്റും? ഡി എക്സ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി യു എന്ന് നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ നമ്മളിതിനെ വേരിയബിൾ ഇതിപ്പോൾ ഓൾറെഡി ഒരു വേരിയബിൾ സെപ്പറബിൾ ഇക്വേഷൻ്റെ ഫോമിലാണുള്ളത്. നമുക്കിനി അതിനെ സാധാരണ രീതിയിൽ സോൾവ് ചെയ്താൽ മതി. നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റഗ്രേറ്റിംഗ് we get log mod x is equal to minus u plus c എന്ന് നമുക്ക് കിട്ടും. അപ്പം നമ്മൾക്ക് ഇവിടെ യു എന്ന് പറയുന്നത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഏതാ കൊടുത്തത്? y is equal to ux എന്നാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. അപ്പം നമുക്ക് ഇവിടുന്ന് u is equal to y by x ആണെന്ന് കണ്ടുപിടിക്കാനായിട്ടും പറ്റും. അപ്പം നമ്മുടെ ഇവിടുത്തെ യുവിന് നമ്മൾ y by x എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ തിരിച്ചിട്ട് കൊടുക്കണം. കാരണം നമ്മുടെ ക്വസ്റ്റിൻ്റെ അകത്ത് യു എന്നൊരു വേരിയബിൾ ഇല്ല, അത് നമ്മളായിട്ട് ഉണ്ടാക്കിയ വേരിയബിൾ ആണ്. അപ്പോൾ നമ്മുടെ ആൻസറിൻ്റെ അകത്തും യു ഉണ്ടാവാൻ പാടില്ല. അപ്പം നമുക്ക് ലോഗ് മോഡ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് വൈ ബൈ എക്സ് പ്ലസ് സി എന്ന് എഴുതാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എക്സ് ലോഗ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സി എക്സ്, ഇങ്ങനെ നമുക്കിതിനെ സിംപ്ലിഫൈഡ് ഫോമിൽ എഴുതാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഹോമോജീനിയസ് ഇക്വേഷനെ സോൾവ് ചെയ്യുന്നത്. നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. നമ്മുടെ അടുത്ത എക്സാമ്പിളിൻ്റെ അകത്ത് എം ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് വൈ സ്ക്വയർ പ്ലസ് വൈ എക്സ് എന്നുള്ളതാണ് നമ്മുടെ എം ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത്. അതുപോലെ എൻ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് സ്ക്വയറുമാണ്. പിന്നെ ഇത് ഹോമോജീനിയസ് ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ നോക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എം ഓഫ് ടി എക്സ് ടി വൈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എം ഓഫ് ടി എക്സ് ടി വൈ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടി സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ വൈ എക്സ് എന്ന് നമുക്ക് കിട്ടും. ടി വൈ ഇൻറ്റു ടി എക്സ്, അതാണ് ടി സ്ക്വയർ വൈ എക്സ്. അപ്പോൾ നമുക്കിതിനെ ടി സ്ക്വയർ ഇൻറ്റു എം ഓഫ് എക്സ് കോമ വൈ എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. അതേപോലെ തന്നെ എൻ ഓഫ് ടി എക്സ് ടി വൈനെ നമുക്ക്
ടി സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അത് ടി സ്ക്വയർ ഇൻറ്റു എൻ ഓഫ് എക്സ് കോമ വൈ ആണ്. അപ്പം ഇവിടെ എമ്മും എന്നും ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണ് ഓഫ് ഡിഗ്രി 2. ഇവിടുത്തെ ഡിഗ്രി 2 ആണ്, കാരണം ടി റേസ് ടു ആൽഫ, ആൽഫയുടെ സ്ഥാനത്ത് നമുക്ക് 2 ആണുള്ളത്. അപ്പം ഇത് രണ്ടെണ്ണവും ഹോമോജീനിയസ് ഇക്വേഷൻ ഓഫ് ഡിഗ്രി 2 ആണ്. അപ്പം നമുക്ക് ഇതൊരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതുകൊണ്ട് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. നമ്മൾ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ y ഈസ് ഈക്വൽ ടു യു എക്സ്. അപ്പം നമ്മൾ y ഈസ് ഈക്വൽ ടു യു എക്സ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് വിച്ച് ഇംപ്ലൈസ് യു സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് യു ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ്. ഇവിടെ y ഈസ് ഈക്വൽ ടു യു എക്സ് ഇൻറ്റു എക്സ് dx പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി വൈയുടെ അവിടെ യു എക്സ് ഈസ് ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പം നമുക്ക് കിട്ടുന്നത് യു സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് യു എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ഡി യു പ്ലസ് യു ഡി എക്സ് ഈസ് ഈക്വൽ ടു 0. അപ്പം നമ്മളിതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് യു സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് യു എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് എക്സ് ക്യൂബ് ഡി യു പ്ലസ് യു എക്സ് സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് ഡി എക്സിൻ്റെ ടേംസിനെ എല്ലാത്തിനെയും കൂടി ഒരുമിച്ച് എഴുതാം. അപ്പം വരാൻ പോകുന്നത് യു സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് യു എക്സ് സ്ക്വയർ 2, ഇവിടെ ഒരു യു എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു യു എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ 2u എക്സ് സ്ക്വയർ പ്ലസ് 2u എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ് പ്ലസ് എക്സ് ക്യൂബ് ഡി യു ഇസ് ഈക്വൽ ടു 0. അപ്പം ഇവിടെ നമുക്കൊരു എക്സ് സ്ക്വയർ കോമൺ ആയിട്ട് നമുക്ക് എടുത്തിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം നമുക്ക് വരുന്നത് യു സ്ക്വയർ പ്ലസ് 2u ഡി എക്സ് പ്ലസ് ഇവിടെ നിന്ന് എക്സ് സ്ക്വയർ പോയി കഴിയുമ്പോൾ എക്സ് ഡി യു ഈസ് ഈക്വൽ ടു 0. അപ്പം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതൊരു സെപ്പറബിൾ ഇക്വേഷൻ്റെ ഫോമിലാണുള്ളത്. നമ്മളിനി വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതിയാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഡി എക്സ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി യു ബൈ യു സ്ക്വയർ പ്ലസ് 2u. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് മൈനസ് ഡി യു ഡിവൈഡഡ് ബൈ യു ഇൻറ്റു യു പ്ലസ് 2 ഇങ്ങനെ നമുക്ക് എഴുതാം. അപ്പം ഇനി നമ്മളിതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ വഴി നമ്മളിതിനെ വേർതിരിച്ച് എഴുതണം. അപ്പം നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് 1 ബൈ യു ഇൻറ്റു യു പ്ലസ് 2 ഇസ് ഈക്വൽ ടു എ ബൈ യു പ്ലസ് ബി ബൈ യു പ്ലസ് 2. അപ്പം നമ്മൾ യു ഇൻറ്റു യു പ്ലസ് 2 വെച്ചിട്ട് നമ്മൾ മുഴുവൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് 1 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു യു പ്ലസ് 2 പ്ലസ് ബി ഇൻറ്റു യു ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പം നമുക്ക് ആദ്യമേ യു ഈസ് ഈക്വൽ ടു 0 എന്ന് എടുക്കാം. യു ഈക്വൽ ടു 0 എന്ന് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എ ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് യു ഈസ് ഈക്വൽ ടു -2 എന്ന് എടുക്കാം. യു ഈസ് ഈക്വൽ ടു -2 എന്ന് എടുക്കുമ്പോൾ നമുക്ക് ബി ഈസ് ഈക്വൽ ടു -1/2 എന്നും നമുക്ക് കിട്ടും. അപ്പം നമുക്ക് ഈ ഇക്വേഷനെ നമുക്ക് 1 എന്ന് വിളിക്കാം. ഇതിനെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ആയിട്ട് എഴുതിയാൽ ഇക്വേഷൻ 1 ഗീവ്സ് ഡി എക്സ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു എ 1/2. ഇവിടെ ഒരു മൈനസ് കോമൺ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ആ മൈനസ് ഇടുവാണ്. മൈനസ് എ എന്ന് പറയുന്നത് 1/2 ഇൻറ്റു യു 1/2u പ്ലസ് ബി എന്ന് പറയുന്നത് -1/2 ആണ്. അപ്പോൾ പ്ലസ് അല്ല, -1/2 ഇൻറ്റു ബിയുടെ കൂടെ ഉള്ളത് യു പ്ലസ് 2. ഇങ്ങനെയാണ് നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വരുന്നത് ഇൻറ്റു ഡി യു ഉണ്ട്. അപ്പം ഇൻറ്റു ഡി യു. അപ്പം ഇതാണ് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്നത്. നമ്മളിതിനെ ഇനി എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് വിച്ച് ഇംപ്ലൈസ് ഡി എക്സ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് മൈനസിനെയും ഡി യുവിനെ അകത്തേക്ക് എടുക്കാം. അപ്പം മൈനസ് ഡി യു ബൈ 2u മൈനസ് ഡി യു ബൈ 2u. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ പുറത്ത് കിടക്കുന്ന മൈനസും കൂടി ആകുമ്പോൾ അത് പ്ലസ് ആവും. അപ്പോൾ ഡി യു ബൈ 2 ഇൻറ്റു യു പ്ലസ് 2 പ്ലസ് ഡി യു ബൈ 2 ഇൻറ്റു യു പ്ലസ് 2. ഇനി നമുക്കിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം.
ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ള എളുപ്പത്തിനാണ് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുന്നത്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് log mod x is equal to -1/2 into log mod u plus 1/2 into log mod u plus 2. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് a log x എന്ന് പറയുന്നത് log x raised to a ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുവഴി നമുക്കിവിടെ log mod u raised to -1/2 plus log mod u plus 2 raised to 1/2 എന്ന് നമുക്ക് എഴുതാം. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് log a plus log b എന്ന് പറയുന്നത് log ab ആണ്. അപ്പം നമുക്കിതിനെ log mod u plus 2 the whole raised to 1/2 നമ്മളിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ കോൺസ്റ്റന്റ് ഇടാൻ മറന്നുപോയി. ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ് ഇടാനായിട്ട് മറക്കരുത്. നമ്മൾ എപ്പോഴും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ് കൂടി ഇടേണ്ടതാണ്. അപ്പോൾ log a plus log b എന്ന് പറയുന്നത് log ab. അപ്പോൾ log ab എന്ന് പറയുന്നത് mod u raised to 1/2 -1/2 into mod u plus 2 raised to 1/2. ഇവിടെ -1/2 ആയതുകൊണ്ട് നമുക്ക് അതിനെ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതാം ഡിവൈഡഡ് ബൈ mod u raised to 1/2. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ ഇതിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇതിനെ നമുക്ക് log mod x minus log mod u plus 2 the whole raised to 1/2 divided by mod u raised to 1/2 എന്ന് എഴുതാം is equal to c എന്ന് നമുക്ക് കിട്ടും. അപ്പം നമ്മൾ അങ്ങനെ എഴുതുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് which implies log a minus log b എന്ന് പറയുന്നത് log a by b ആണ്. അപ്പം log mod x ഡിവൈഡഡ് ബൈ ഇതാണ് വരുന്നത്. അപ്പം നമുക്കതിനെ റെസിപ്രോക്കൽ ഇട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം mod u raised to 1/2 ഡിവൈഡഡ് ബൈ mod u plus 2 raised to 1/2 is equal to c എന്ന് കിട്ടും. നമുക്കതിനെ എങ്ങനെ എഴുതാൻ പറ്റുന്നത് which is equal to e raised to എടുക്കാം. ലോഗും ഈ എക്സ്പൊണൻഷ്യലും ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ്. അപ്പം നമ്മൾ എക്സ്പൊണൻഷ്യൽ എടുക്കുമ്പോഴത്തേക്കും ഇത് ലോഗരിതം ക്യാൻസൽ ആയി പോകും. അപ്പം നമുക്ക് കിട്ടുന്നത് mod x into mod u raised to 1/2 divided by u plus 2 mod u plus 2 raised to 1/2 is equal to e raised to c എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എക്സ്പൊണൻഷ്യൽ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് mod x into mod u power 1/2 divided by mod u plus 2 the whole power 1/2 is equal to e raised to c എന്നാണ് കിട്ടിയത്. നമുക്കിനി ഈ e raised to c ന് ഒരു c1 നമ്മൾ e raised to c എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ആ ഒരു കോൺസ്റ്റന്റിനെ നമ്മൾ c1 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് വരുന്നത് mod x into mod u power 1/2 divided by mod u plus 2 the whole power 1/2 is equal to c1 എന്ന് നമുക്ക് എഴുതാം. അപ്പം നമ്മൾ നോക്കുവാണ്, നമുക്ക് ഇതിന് ഇവിടെ 1/2 ഉണ്ട്. 1/2 കളയാനായിട്ട് നമുക്കതിനെ സ്ക്വയർ ചെയ്യാം. രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യാം. അപ്പം നമുക്ക് കിട്ടുന്നത് x square u divided by u plus 2 is equal to c1 square. ഈ c1 സ്ക്വയറിനെ നമുക്ക് c2 എന്ന് വിളിക്കാം. കോൺസ്റ്റന്റ് നമ്മൾ വേറെ വേറെ പേരിട്ട് വിളിക്കുന്നതേ ഉള്ളൂ, വ്യത്യാസമൊന്നും വരത്തില്ല. അപ്പം നമുക്കിനി u is equal to y is equal to ux എന്നുള്ളതായിരുന്നു നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പം അതിന് നമുക്ക് u is equal to y by x എന്ന് കിട്ടും. അത് ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് x square into y by x divided by y by x plus 2 is equal to c2 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് കിട്ടാൻ പോകുന്നത് which implies xy divided by y plus 2x divided by x is equal to c2 നമുക്ക് കിട്ടും. അതായത് x square y is equal to c2 into y plus 2x. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ മാക്സിമം സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു എക്സസൈസ് ആണ്. സോൾവ് 2xy dy by dx minus y square plus x square is equal to 0. അപ്പോൾ ഇത് നിങ്ങൾ തന്നെ ചെയ്തു നോക്കുക. താങ്ക് യു.